മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പാപികളിൻ രക്ഷകൻ താൻ, ഇവൻ പാദം വണങ്ങിയിടു നീ, ഇവൻ പാദം വണങ്ങിയിടു നീ, ഇവൻ പാദം വണങ്ങിയിടു നീ. പാപികളിൻ രക്ഷകൻ താൻ, ഇവൻ പാദം വണങ്ങിയിടു നീ, ഇവൻ പാദം വണങ്ങിയിടു നീ, ഇവൻ പാദം വണങ്ങിയിടു നീ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സ്റ്റാലിൻ ദാസ്, തിരുവനന്തപുരം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. 145 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, അവിടുത്തെ സകല പ്രവൃത്തികളും അങ്ങേക്ക് സ്തോത്രം ചെയ്യും എന്നാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മോർണിംഗ് വോയിസിൻ്റെ ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കർത്തൃദിവസത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു പോകുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തിനായിട്ടും സാവകാശത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് പകലിലും നമുക്ക് നമ്മുടെ കർത്താവിനെ വളരെ ഹൃദ്യമായി ആരാധിക്കാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടത്തേക്ക് എല്ലാ നന്ദിയും സ്തുതിയും സ്തോത്രവും അവിടുത്തെ പാദപീഠങ്ങളിൽ നമുക്ക് അർപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. അതിനും നാം വായിച്ച ഈ വചനഭാഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് സ്തോത്രം ചെയ്യും എന്നാണ്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും, അഥവാ ദൈവത്തിന് നന്ദി കരേറ്റും എന്ന് ദാവീദ് പറയുകയാണ്. അങ്ങനെ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ മതിയായ വിധത്തിൽ ധാരാളം കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് നാം എത്രമാത്രം, ദാവീദ് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ മതിയായ കാര്യകാരണങ്ങളിലൂടെയാണ് ദൈവസന്നിധിയിൽ ദാവീദ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദിനെന്ന് മാത്രമല്ലല്ലോ, കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം ചെയ്തതായ നിരവധിയായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് ഈ സങ്കീർത്തനത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താണ് ദാവീദ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 145 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും എന്നാണ് വായിക്കുന്നത്. ദാവീദ് ഒരു രാജാവാണ്. രാജാവായിരിക്കുമ്പോൾ തന്നെ താൻ മനസ്സിലാക്കുന്ന, താൻ ഇവിടെ വിളിക്കുന്ന, സേവിക്കുന്ന ദൈവം ഏറ്റവും ഉന്നതനായ ഒരു രാജാവാണ്. അപ്പോൾ തന്നെ ദാവീദിനറിയാം തൻ്റെ രാജ്യത്വം അത് നിത്യരാജ്യത്വമല്ല, തൻ്റെ രാജ്യത്വത്തിന് കാലപരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആ രാജ്യത്വം എന്ന് പറയുന്നത് ദൈവം കാലാതീതൻ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്വവും കാലാതീതമാണ്. അവിടുത്തെ രാജ്യത്വം നിത്യരാജ്യത്വം എന്ന് നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. എന്നാൽ ദാവീദ് താൻ ആ ദൈവത്തെ രാജാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മനുഷ്യൻ, കാലപരിധിയുള്ളവൻ എന്ന വസ്തുത ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ കഴിയും, ഞാൻ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്ന് പറയുമ്പോൾ ദൈവം രാജാവാണ് എന്ന വസ്തുത, എന്നെ ഭരിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് എന്നെ നടത്തുന്ന, ഭരിക്കുന്നവൻ എന്നുള്ള നിലയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകളെ കണ്ടിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ വാക്കുകൾ എത്രയോ ഹൃദ്യമാണ്. ദൈവത്തിൻ്റെ കൃപ, കരുണ, ദീർഘക്ഷമ, മഹാദയ, അത് വാസ്തവത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം: ദൈവമേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കാരണം അവിടുത്തെ കൃപ, അവിടുത്തെ കരുണ, അവിടുത്തെ ദീർഘക്ഷമ, മഹാദയ,
അത് ഞാൻ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ നിന്ന് വീഴുന്നവരെ ഒക്കെയും താങ്ങുന്നവൻ എന്ന് നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മീക ഭൗതിക ജീവിത മേഖലകളിൽ എത്രയോ പ്രാവശ്യം നാമൊക്കെ വീഴുവാൻ സാധ്യതയുള്ളവരായിരുന്നു. ദാവീദിൻ്റെയും ജീവിതത്തിൽ അതാണ് തനിക്കും പറയുവാനായിട്ട് കഴിയുന്നത്. താൻ ഇവിടെ സ്തോത്രയാഗം അർപ്പിച്ച് മഹത്വപ്പെടുത്തുന്നതായ ആ ദൈവം താനും വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന നിരവധിയായ സന്ദർഭങ്ങൾ, എന്നാൽ അവിടെ ദൈവം തന്നെ താങ്ങി എന്നുള്ളത് ദൈവത്തിന് നന്ദി കരേറ്റുന്ന സ്തോത്രം ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഞാനും നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് പറയുന്നത് പോലെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ദൈവമേ, അവിടെ നിന്ന് എന്നെ താങ്ങി. എത്രയോ സന്ദർഭങ്ങളിൽ വീഴുവാൻ തക്കവണ്ണമുള്ള അനേക സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ വീഴാതെ വണ്ണം അങ്ങ് എന്നെ താങ്ങി എന്നുള്ളത് ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ, തൻ്റെ ജനത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ അറിയുന്ന ദൈവം എന്നുള്ള നിലയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എത്ര കാരണങ്ങളാണ് ദാവീദ് ഇവിടെ മുമ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മുടെ സമീപസ്ഥൻ എന്നുള്ളതാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്നവൻ എന്നുള്ള നിലയിൽ നമ്മുടെ സമീപത്ത് നമ്മോടൊപ്പം ഈ ദൈവമുണ്ട് എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. എന്ന് മാത്രമല്ല 20-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഏവരെയും പരിപാലിക്കുന്ന ദൈവത്തെയാണ് മനസ്സിലാക്കുന്നത്. പരിപാലകനായ ദൈവം എന്നുള്ള നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുവാൻ കഴിയുന്നത്, കർത്താവെ, അവിടെ നിന്ന് എന്നെ പരിപാലിച്ചതുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം, സ്തോത്രം ചെയ്യാം. ആ വാക്യത്തിൽ തന്നെ വീണ്ടും നാം വായിക്കുന്നത്, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. ന്യായം വിധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ന്യായവിധിയിൽ അകപ്പെടാതെ അങ്ങ് നമ്മെ സൂക്ഷിച്ചു, കർത്താവ് നമ്മെ വിടുവിച്ചു എന്നുള്ളതും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദാവീദ് നിരത്തി വയ്ക്കുന്നതായ കാരണങ്ങൾ തന്നെ നമുക്കും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി കരേറ്റാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ കർത്തൃദിവസം ഹൃദ്യമായ ആരാധന ദൈവസന്നിധിയിൽ അർപ്പിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സന്തോഷത്തോടുകൂടെ, ആ വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ സ്തുതിയും സ്തോത്രവും ആ പാദങ്ങൾ അർപ്പിച്ച് ഇന്ന് പകലും കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. പാപശാപം തീർപ്പാൻ പാരിൽ ജനിച്ചോരു, പാപശാപം തീർപ്പാൻ പാരിൽ ജനിച്ചോരു ദേവസുതനാകുമേശു നായകനിവനറിക, ദേവസുതനാകുമേശു നായകനിവനറിക. പാപികളിൻ രക്ഷകൻ താൻ, ഇവൻ പാദം വണങ്ങി